പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാട്ടുകഴുതയുടെ കുട്ടി മനുഷ്യനായി പിറക്കുമ്പോൾ. കാട്ടുകഴുതയുടെ കുട്ടി മനുഷ്യനായി പിറക്കുമ്പോൾ. ജോബിൻ്റെ പുസ്തകമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 11ാം ദിവസമാണ്. ജോബിൻ്റെ ജീവിത ചരിത്രം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം ജോബിൻ്റെ പുസ്തകം 11ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനമാണ് ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. വചനം ശ്രവിക്കാം. നാമാധിനായ സേഫാർ പറഞ്ഞു, അതിഭാഷണത്തിന് മറുപടി ലഭിക്കാതിരിക്കുമോ? നാമാധിനായ സേഫാർ പറഞ്ഞു. ഇന്നലെ നമ്മൾ കണ്ടു, ജോബ് ഓരോ കുറ്റങ്ങളും അവനെ തന്നെ കർത്താവിന് മുമ്പിൽ നിരന്തരമായിട്ട് വയ്ക്കുകയാണ്. ഇന്ന് നാമാധിനായ ഒരു പ്രവാചകൻ ജോബിൻ്റെ അടുത്ത് വന്നിട്ട് ജോബിൻ്റെ പിറുപിറുപ്പിനെ പറ്റി ഉത്തരം പറയുന്നതാണ്. എന്താണ് എൻ്റെ കാരണങ്ങൾ? നീ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു, ഇങ്ങനെ പറഞ്ഞാൽ എത്ര നാൾ അത് ജലം പോലെ ഒഴുകിപ്പോയെന്നൊക്കെ ജോബിൻ്റെ അടുത്ത് ഈ വ്യക്തി വന്നിട്ട് പറയുന്നു. അതിനെ ശ്രമിക്കാം. ജോബിൻ്റെ പുസ്തകം 11ാം അധ്യായം 1-ാം വാക്യം. നാമാധിനായ സേഫാർ പറഞ്ഞു, അതിഭാഷണത്തിന് മറുപടി ലഭിക്കാതിരിക്കുമോ? ഏറെ പറഞ്ഞാൽ ന്യായീകരിക്കാനാകുമോ? ഏറെ പറഞ്ഞാൽ ന്യായീകരിക്കാനാകുമോ? നിന്റെ ജലപാനം മനുഷ്യരെ നിശബ്ദരാക്കുമോ? നിന്റെ ജലപാനീയം മനുഷ്യരെ നിശബ്ദരാക്കുമോ? ജോബിനോട് പറയുന്നു, നിന്റെ പരിഹാസത്തിന് ആരും നിന്നെ ലജ്ജിക്കുകയില്ല. നിന്റെ പരിഹാസത്തിന് നീ പറയുന്ന ഓരോ വാക്കുകളും ഒരാൾ പോലും നിന്നെ ലജ്ജിതരാകുകയില്ല എന്ന് ഈ വന്നപ്പറ്റി പറയണം. ഹല്ലേലൂയ. 4-ാം വാക്യം. ഞാൻ പറയുന്നത് കളങ്കരിതമാണ്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ നിർമ്മലനാണ് എന്ന് നീ പറയുന്നു. ഞാൻ പറയുന്നത് കളങ്കരിതമാണ്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ നിർമ്മലനാണ് എന്ന് നീ പറയുന്നു. ജോബിനോട് പറയണം, എന്ന് നീ പറയുന്നു. ഒരു മനുഷ്യ ജീവിതത്തിൽ മാരകമായ രോഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഓരോരുത്തരും വന്നിട്ട് കുറ്റങ്ങൾ പറയുക. നിനക്ക് ഇന്ന് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഇന്ന് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ കുറ്റം വിധിക്കാൻ ഒരു കൂട്ടം മനുഷ്യർ ഇന്ന് നമ്മുടെ ചുറ്റളവിലുണ്ട്. നേരെ പറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരോട് പറയും, അതങ്ങനെയായിരുന്നു, ഇതിങ്ങനെയായിരുന്നു. അങ്ങനെ കുറ്റം വിധിക്കുന്ന നീയും അതേ തെറ്റ് തന്നെ ചെയ്യുന്നു എന്ന് ദൈവമായ കർത്താവ് വചനത്തിലൂടെ സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 6-ാം വാക്യം. ദൈവം അധരം തുറന്ന് നിന്നോട് സംസാരിക്കുകയും ദുർഗഹമായ ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങൾ നിന്നെ അറിയിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ. ദൈവം നിന്നോട് സംസാരിക്കുകയും വരുന്ന കഷ്ടതകളെല്ലാം നിന്നെ അറിയിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറയുമ്പോൾ ജോബിനോട് ദൈവമായ കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. സാത്താനാണ് അവൻ്റെ കുടുംബത്തിൽ കയറി ഈ രോഗപീഠകളും ഈ പിറുപിറുപ്പെല്ലാം കൊണ്ടുവന്നു വച്ചിരിക്കുന്നത്. അതാർക്കും തന്നെ മനസ്സിലാകില്ല.
കാരണം അവൻ ഒളിഞ്ഞിരുന്നാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്. ഒരു കാരണവശാലും അവൻ വെളിച്ചത്തേക്ക് വരികയില്ല. അവൻ ഇരുട്ടാണ്. പ്രകാശമാണ് ദൈവമായ കർത്താവ്. പ്രകാശമുള്ളിടത്തേക്ക് സാത്താൻ കയറി വരികയില്ല. ഇരുട്ടുള്ളിടത്തേക്ക് കൊതുക് കയറി വരുന്നത് പോലെ സാത്താൻ കയറി വരുന്നത് നമ്മൾ കുത്തിവെക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിന്റെ അകൃത്യങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറച്ച് മാത്രമേ ദൈവം നിന്നിൽ നിന്നും ഈടാക്കിയിട്ടുള്ളൂ. നിന്റെ അകൃത്യങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറച്ച് മാത്രമേ ദൈവം നിന്നിൽ നിന്നും ഈടാക്കിയിട്ടുള്ളൂ. അദ്ദേഹം പറയും, കുറച്ച് മാത്രമേ നിന്നിൽ നിന്നും യേശു തമ്പുരാൻ ഈടാക്കിയിട്ടുള്ളൂ. അങ്ങനെയാണോ ജോബിൻ്റെ ജീവിതത്തിൽ? ജോബിനെ ദൈവം പറയണത് എന്തെന്നാണ്? ദൈവമായ കർത്താവ് വേലി കെട്ടി സംരക്ഷിക്കണമെന്ന് സാത്താൻ വിളിച്ചു പറഞ്ഞു. നീ അവൻ്റെ സമ്പത്തിന് മുഴുവനും വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയല്ലേ, എനിക്കതിനകത്ത് കയറാൻ പറ്റുന്നില്ല. അതങ്ങ് തുറന്നു കൊടുത്തപ്പോഴാണ് സാത്താൻ കയറി അവൻ ഇട്ട് പണി കൊടുത്തത്. ഹല്ലേലൂയ. 7-ാം വാക്യം. ദൈവത്തിൻ്റെ ദുരാരഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നിനക്ക് കഴിയുമോ? അവൻ വന്നുകൊണ്ട് ജോബിനെ വീണ്ടും ഇങ്ങനെ വേദനിപ്പിക്കുകയാണ്. ഇതുപോലെ കുറേ പേര് നമ്മുടെ ഇടയിലെല്ലാം ഉണ്ടാവും. എന്താ പറയണെന്ന് നോക്കിയേ. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നിനക്ക് കഴിയുമോ? സർവശക്തന്റെ നിർണയിക്കാൻ നിനക്ക് സാധിക്കുമോ? സർവശക്തന്റെ സീമ നിർണയിക്കാൻ നിനക്ക് സാധിക്കുമോ? അത് ആകാശത്തേക്കാൾ ഉന്നതമാണ്. അവരുടെ ആകാശത്തേക്കാൾ ഉന്നതമാണ്. അത് കറക്റ്റാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ആകാശവും ഭൂമിയും. അതിനെ വെല്ലുവിളിക്കാനോ ഒന്നും ഒരു മനുഷ്യനും സാധിക്കില്ല. ഹല്ലേലൂയ. അത് പാതാളത്തേക്കാൾ ആഗതമാണ്. നിനക്കെന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ദൈവത്തിൻ്റെ പ്രവർത്തികൾ? ജോബ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. തിന്മയിൽ നിന്നും അകന്നു നിൽക്കുന്നവനാണ്. ജോബ് ദൈവത്തിനെതിരായി ഒരു വാക്ക് പോലും പ്രവർത്തിക്കാത്തവനും അവൻ്റെ മക്കൾ ചെയ്തോ എന്ന് സംശയിച്ച് അവൻ്റെ സഹോദര വീട്ടിൽ വിരുന്നിന് പോയി വന്നപ്പോൾ ജോബ് പോയി ബലിയർപ്പിച്ചു. നമ്മൾ വായിച്ച് കഴിഞ്ഞു പോയതാണ്. അവർക്ക് വേണ്ടി ബലിയർപ്പിച്ചവനാണ് ജോബ്. ഇന്ന് എത്ര കുടുംബങ്ങളുണ്ട് മക്കൾക്ക് വേണ്ടി പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ പാപത്തിന് വേണ്ടി ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ കുർബാന സമർപ്പിക്കുന്നു, ബലിയിൽ സമർപ്പിക്കുന്നു പറയാൻ എത്ര പേരുണ്ട് സഹോദരന്മാരെ. ജോബ് ചെയ്തത് അങ്ങനെയാണ്. അതുപോലെ നിഷ്കളങ്കനും സത്യസന്ധനുമാണ് ജോബ്. ഹല്ലേലൂയ. 9-ാം വാക്യം. അത് ഭൂമിയേക്കാൾ നീളമുള്ളതും സമുദ്രത്തെക്കാൾ വീതിയേറിയതുമാണ്. ഭൂമിയേക്കാൾ നീളമുള്ളതും സമുദ്രത്തെക്കാൾ വീതിയുള്ളതുമാണ്. അത് ഗ്രഹിക്കാനോ അറിയാനോ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. ഹല്ലേലൂയ. അവിടുന്ന് കടന്നു വന്ന് ബന്ധനത്തിലാകുകയും ന്യായവിധിക്ക് വിളിക്കുകയും ചെയ്താൽ ആർക്കും അവിടുത്തെ തടയാൻ കഴിയും. അവിടുന്ന് എന്തെങ്കിലും ഒരു രോഗമോ എന്തെങ്കിലും ഒരു പീഡകളോ തന്നിട്ടുണ്ടെങ്കിൽ അത് തടയാൻ ആർക്ക് കഴിയും? ആർക്ക് സാധിക്കും? ഒരാൾക്കും സാധിക്കില്ല. അത് ദൈവം തമ്പുരാൻ തന്നെ വന്ന്, കർത്താവായ യേശു തമ്പുരാൻ തന്നെ വന്ന് എടുത്ത് മാറ്റണം. ഹല്ലേലൂയ. 11-ാം വാക്യം. എന്തെന്നാൽ നിസ്സാരമായത് മനുഷ്യരെ അവിടുന്ന് അറിയുന്നു. എന്തെന്നാൽ നിസ്സാരരായ മനുഷ്യരെ അവിടുന്ന് അറിയുന്നു. നമ്മളെല്ലാം
സാധാരണ മനുഷ്യരാണ്, നിസ്സാരരായ മനുഷ്യരാണ്. ഓരോ വ്യക്തികളെയും ദൈവമായ കർത്താവ് അറിയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി. ഹല്ലേലൂയ. മനുഷ്യരെ അവിടുന്ന് അറിയുന്നു. അകൃത്യങ്ങൾ കാണുമ്പോൾ അവിടുന്ന് അത് കണക്കിലെടുക്കാതിരിക്കുമോ? അകൃത്യങ്ങൾ കാണുമ്പോൾ, കുറ്റങ്ങൾ കാണുമ്പോൾ, വിധിക്കുന്നത് കാണുമ്പോൾ, തെറ്റുകൾ ചെയ്യുമ്പോൾ അവിടുന്ന് അത് കണക്കിൽ എടുക്കാതിരിക്കുമോ? കണക്കിലെടുക്കും. യേശുനാഥൻ കട്ടുകമണിയോളം പാപം ചെയ്ത് നമ്മൾ മറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ മുമ്പിൽ വലിയൊരു ബോളായിട്ട് അത് തെളിഞ്ഞു വരും. എപ്പോഴാണെന്നറിയാമോ? കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ മുമ്പിൽ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നീ ഇങ്ങനെയുള്ളവനാണെന്നുള്ളത് കർത്താവ് കാണും. അത് കഴുകിക്കളയണം. അത് എവിടെയാണ് കഴുകിക്കളയേണ്ടത്? ബസാരക്കൂട്ടിലേക്ക് വരണം. പക്ഷെ സാത്താൻ നമ്മുടെ ഓർമ്മയും ചിന്തകളെയും കെട്ടിക്കളയും. പറയാൻ ആ സമയത്ത് നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ മുമ്പിൽ, വൈദികൻ്റെ മുമ്പിൽ മുട്ടുകൂത്തി കുമ്പസാരിക്കുമ്പോൾ അവസാനം ഒരു വാക്ക് പറയണം. എന്താണെന്നറിയാമോ? അറിഞ്ഞോ അറിവില്ലാതെ കൊണ്ട് പറയാൻ മറന്നുപോയ പാപങ്ങളുണ്ടെങ്കിൽ കർത്താവേ അവർ നോർത്ത് അടിയനോട് ക്ഷമിക്കണേ, മാപ്പ് തന്നെ എന്ന് പറയുമ്പോൾ കർത്താവ് അത് കേൾക്കും. സാത്താൻ ഓടിപ്പോകും. അലറി കൂകി കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി നിന്നിൽ നിന്നും ദൂരേക്ക് നിൽക്കണം. അറിഞ്ഞോ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത പോയ പാവങ്ങളും കൂടെ അവിടെ നിന്ന് ക്ഷമിക്കണേ എന്ന് നമ്മൾ പറയണം. അതാരും പറയാറില്ല. ദൈവമായ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, അല്ലേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അത് ക്ഷമിക്കും. ആ വാക്ക് ഇന്നും അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. അത് നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്തു പോയ പാവങ്ങളും കറകളും അവിടെ നിന്ന് കഴുകിക്കളയും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 12-ാം വാക്യം. കഴുതയുടെ കുട്ടി മനുഷ്യനായി പിറക്കുമ്പോൾ മൂഢൻ ബുദ്ധിമാനായി തീരുമോ? കാട്ടുകഴുതയുടെ കുട്ടി മനുഷ്യനായി പിറക്കുമ്പോൾ മൂഢൻ ബുദ്ധിമാനായി തീരും. ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ഹൃദയത്തെ, ആത്മാവിനെ ദൈവത്തിൽ ഉറപ്പിച്ച് 2 കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നിനക്കിത് സംഭവിക്കില്ല എന്നാണ് ജോബിൻ്റെ അടുക്കൽ ഈ സെഫാർ എന്ന് പറയുന്ന വ്യക്തി വന്നുകൊണ്ട് പറയുന്നത്. നാമാധീനായ സെഫാർ. ജോബ് ഒന്നും തന്നെ മുണ്ടുന്നില്ല. ഹല്ലേലൂയ. 14-ാം വാക്യം. നിന്റെ കൈകൾ അകത്യം ചെയ്യുന്നെങ്കിൽ അത് നീക്കിക്കളയുക. നിന്റെ കൈകൾ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കിക്കളയുക. നിന്റെ കൂടാരത്തിൽ ദുഷ്ടത കൂടി പാർക്കാതിരിക്കട്ടെ. നിന്റെ കൂടാരത്തിൽ ദുഷ്ടത കൂടി പാർക്കാതിരിക്കട്ടെ. ജോബിനെ ശരിക്കും അറിഞ്ഞിട്ടാണോ ആ വ്യക്തി സംസാരിക്കുന്നത്? അല്ല. അപ്പൊ ഇതുപോലെ നിഷ്കളങ്കനായി ജീവിക്കുന്ന വ്യക്തിയെ കൂടുതലായിട്ട് അറിയുന്നത് ആരാ? നമ്മുടെ ദൈവമായ കർത്താവാണ്. മനുഷ്യൻ പലതും പറയും. അവിടെയൊന്നും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. അവരെ മൈൻഡ് ചെയ്യാനേ പാടില്ല. കർത്താവിലേക്ക് തിരിയുക. കർത്താവ് നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്നാണ് ജോബ് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പോൾ നിശ്ചയമായും കളങ്കിതനായി നീ നിന്റെ മുഖമുയർത്തും. അപ്പോൾ നിശ്ചയമായും കളങ്കിതനായി നീ നിന്റെ മുഖം ദൈവത്തെങ്കിലേക്ക് ഉയർത്തുമെന്നൊക്കെ
ഈ വന്ന വ്യക്തി ജോബിനോട് പറയും, ജോബ് ഒരു നിഷ്കളങ്കനാണ്, ദൈവഭക്തനാണ്, പാപം ചെയ്യാത്തവനാണ്. അത് പറഞ്ഞത് ദൈവമായ കർത്താവ് മാത്രമാണ്. അവൻ്റെ ഭാര്യ വരെ പറയുന്നുണ്ട്, മനുഷ്യ, നീ എന്ത് കണ്ടുകൊണ്ടാണ് ദൈവത്തെ ഇത്രയധികം സ്നേഹിക്കുന്നതും അവനെ പാടിപ്പൂഴുന്നതൊക്കെ? നിർത്തു, ശപിച്ചിട്ട് പോകൂ, പോയി മരിക്കൂ എന്നാണ് ഈ ജോബിൻ്റെ ഭാര്യ വരെ പറയുന്നത്. കർത്താവ് അങ്ങനെയാണ് പറയുന്നത്. കർത്താവ് പറയുന്നത്, എൻ്റെ നിഷ്കളങ്കനായ ജോബിനെ നീ കണ്ടില്ലേ? സാത്താനോട് ചോദിക്കുന്നു, ലളിയ, നീ സുരക്ഷിതനായിരുന്ന് നിർഭയം ആയിരിക്കുന്നു. നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കുകയും ഒഴുകിപ്പോയ ജലം പോലെ നീ അതിനെ ഓർക്കുകയുള്ളൂ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുകിപ്പോകുന്ന ജലം പോലെ നീ കാണും. ഒഴുകിപ്പോകുന്ന ജലത്തിന് എന്താണ്? അത് ഒരു സ്ഥലത്തും നിൽക്കില്ല, അത് ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒരു കുഴി കണ്ടാൽ മാത്രമേ ആ കുഴിയിൽ അത് കെട്ടിക്കിടക്കുള്ളൂ, അല്ലെങ്കിൽ അത് വെള്ളപ്പുഴ പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കും. നിന്റെ ജീവിത മധ്യേ പ്രകാശമേറിയതായിരിക്കും. നിന്റെ ജീവിത മധ്യത്തെക്കാൾ പ്രകാശം ഏറിയതായിരിക്കും. അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും. അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും. ഇരുട്ടത് നടന്നാലും നിനക്ക് വെളിച്ചമുണ്ടാകും, പ്രകാശമുണ്ടാകും. ഇരുട്ട് നിന്നെ കീഴടക്കിയില്ല എന്നൊക്കെ ഈ വന്ന വ്യക്തി ജോബിനോട് പറയുന്നു. പ്രത്യാശ ഉള്ളത് കൊണ്ട് നിനക്ക് ആത്മവിശ്വാസമുണ്ടാകും. പ്രത്യാശ ഉള്ളത് കൊണ്ട് നിനക്ക് ആത്മവിശ്വാസമുണ്ടാകും. നീ സുരക്ഷിതനായപ്പെടുകയും സുരക്ഷിതനായി വിശ്രമിക്കുകയും ചെയ്യും. സുരക്ഷിതനായി നീ വിശ്രമിക്കുകയും ചെയ്യും. അപ്പൊ ഈ ജോബിൻ്റെ എണ്ണിപ്പിറക്കുള്ള ഈ സംസാരമെല്ലാം ഇദ്ദേഹം കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇദ്ദേഹം ജോബിനെ പറ്റി ഓരോന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. വിശ്രമിക്കുന്ന നിന്നെ ആരും ഭയപ്പെടുത്തുകയില്ല. വിശ്രമിക്കുന്ന നിന്നെ ആരും ഭയപ്പെടുത്തുകയില്ല. ഈ വന്ന പുള്ളി ഭയപ്പെടുത്തിയാണ്. ഈ വന്ന പുള്ളി ജോബിനെ ഓരോന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കഠിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അനേകർ നിന്റെ പ്രസാദം യാചിക്കും. ദുഷ്ടരുടെ കണ്ണുകൾ നിശബ്ദമാകും. അനേകർ നിന്റെ പ്രസാദം യാചിക്കും. ദുഷ്ടരുടെ കണ്ണുകൾ നിഷ്പ്രഭമാകും. ഹല്ലേലൂയ. രക്ഷാമാർഗങ്ങൾ അവർക്ക് ലഭിക്കുകയില്ല. ദുഷ്ടരുടെ കണ്ണുകൾ നോക്കി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ രക്ഷാമാർഗങ്ങൾ അവർക്ക് ലഭിക്കുകയില്ല, നിനക്ക് ലഭിക്കുമെന്നൊക്കെ ഈ വന്ന വ്യക്തി ജോബിനോട് സംസാരിക്കുകയാണ്. പക്ഷെ ജോബ് ഒന്നും മിണ്ടുന്നില്ല. മരണം മാത്രമാണ് അവർക്ക് പ്രത്യാശിക്കാനുള്ളത്. മരണം മാത്രമാണ് അവർക്ക് പ്രത്യാശിക്കാനുള്ളത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ജോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. നാളെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 1-ാം വാക്യത്തിൽ പറയുന്നു, ജോബ് പറഞ്ഞു, നിങ്ങളുടേത് ജനസ്വരമാണ്, സംശയമല്ല. 12-ാം അധ്യായത്തിൽ 1-ാം വാക്യം ജോബ് സംസാരിക്കുകയാണ്. എന്താ പറയുന്നത്? ജോബ് പറഞ്ഞു, നിങ്ങളുടേത് ജനസ്വരമാണ്, സംശയമില്ല. ജനസ്വരമാണ്, മനുഷ്യൻ്റെ സ്വരമാണ് ജോബ് പറയുന്നത്. നാളത്തേൽ നമ്മളത് കേൾക്കണത് കേട്ടോ. 12-ാം അധ്യായം ജോബ് പറയണം, നിങ്ങളുടെ സ്വരം ജനസ്വരമാണ്, മനുഷ്യൻ്റെ സ്വരമാണ്. ദൈവത്തിൻ്റെ അല്ലെന്ന് ജോബ് വെച്ചടിച്ചു കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായ അടഞ്ഞിട്ടുണ്ടാവും. നമുക്ക് നാളെ കേൾക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ
ദൈവകാരണ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവേ, ജോബിൻ്റെ ജീവിതം കടന്നു പോകുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും കുടുംബം രോഗം മൂലമെല്ലാം കഴിയുന്നുണ്ടെങ്കിൽ ഈ വചനം അയച്ച് വചനം പാഞ്ഞു ചെന്ന് ആ കുടുംബത്തിലെ രോഗപീഠകളെ നിരൂരിയാക്കണമേ എന്നും യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിച്ച് ഓരോ കുടുംബത്തെയും ഓരോ മകനെയും മകളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബത്തിലെ വിളക്കായ പരിശുദ്ധ മറിയത്തിൻ്റെ കാൽക്കൽ നമ്മുടെ മക്കളെയും കുടുംബത്തെയെല്ലാം സമർപ്പിച്ച് രക്തക്കണ്ണീരൊഴുക്കുന്ന പരിശുദ്ധമേ, ഞങ്ങൾക്ക് വേണ്ടി പുത്രനോട് യാചിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.